ഞാൻ ഈ വീട് പൊക്കണ ഒരു സംഭവം കാണാൻ വേണ്ടി വന്നതാണ്. ജാക്കി വെച്ചിട്ട് പൊക്കണയാണ്. നമ്മളൊരു ചെറിയൊരു വീട് എങ്ങനെ ജാക്കി വെച്ച് പൊക്കുന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതാണ് ജാക്കി വെച്ച് പൊക്കുന്ന വീട്. കുറച്ച് ചെരിഞ്ഞിരുന്നിരുന്നത്. അപ്പോൾ അതൊന്ന് നേരാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് കയറി കാണാം. ഇപ്പോൾ തന്നെ കാണാം. നമുക്ക് ഭിത്തിയുടെ അടിയിലൊക്കെ അവർ മാറ്റിയിട്ട് അടിയിലുള്ള എല്ലാം മാറ്റിയിട്ട് ജാക്കി വെച്ചിട്ട് പൊക്കിയേക്കാണ് ഈ സംഭവം. ഇത് പിന്നെ ഇനിയും പൊക്കാം. ഒരു 30-35-40 സെൻറ്റിമീറ്റർ പൊക്കുമെന്ന് പറഞ്ഞിട്ട് ആ ലെവൽ എത്തണം വരെ, ലെവൽ നേരാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ജാക്കിയുടെ ഹൈറ്റ് നമ്മൾ മൊത്തത്തിൽ പൊളിച്ചു കളയും. കട്ടെടുത്ത് വന്നിട്ട് കോളത്തിൻ്റെ കമ്പിയെല്ലാം മുറിച്ച് കൊടുക്കും. കോളത്തിൻ്റെ കമ്പിയൊക്കെ എടുത്ത് മാറ്റും. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറകെ ചാല് വെക്കും. ചാല് വെച്ച് ഫില്ല് ചെയ്ത് ഇതുപോലെ ഇത് ചാനൽ വെച്ചിട്ടാണല്ലേ? ചാനൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത്. അപ്പൊ ഇത് ഒരു മതിൽ പൊളിച്ച് അങ്ങനെ ഓരോ പീസ് പീസായിട്ട് പൊളിച്ചിട്ട് വയ്ക്കും. അതുകൊണ്ട് പിന്നെ ഓരോന്ന് ലിഫ്റ്റ് ഇത് തിരിച്ച് ലിഫ്റ്റ് ചെയ്യും, ടൈറ്റ് പൊക്കും. അതുകൊണ്ട് പിന്നെ ഇത് ഫില്ല് ചെയ്യും അല്ലേ? അത് കഴിയുമ്പോൾ കട്ട കെട്ടിക്കൊള്ളും. മറ്റേ ബ്ലോക്ക് വെച്ച് ചെയ്യും, സോളിഡ് ബ്ലോക്ക് വെച്ചിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഈ ബ്ലോക്ക് ഇല്ലാത്ത ബിൽഡിംഗ് ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ സ്ട്രക്ചർ മാത്രമുള്ള ഈ കോളമൊക്കെ ആണ് എന്ത് ചെയ്യും? കോളം വച്ച് മാത്രമുള്ള ഞങ്ങൾക്ക് കാരണം ഉണ്ട്. കോളം മുഴുവൻ പൊടിച്ചിട്ട് അത് മുകളിലേക്ക് അത് പൊടിച്ചിട്ട് മുകളിലേക്ക് കയറ്റും. കോളങ്ങളെല്ലാം മുകളിലേക്ക് കയറ്റും അല്ലേ? പിന്നെ രണ്ടാമത് നമ്മൾ കമ്പി ഇട്ടുകൊണ്ട് വെൽഡ് ചെയ്ത് അത് വെൽഡിംഗ് ആണോ മറ്റേ ബൈൻഡിങ് ആണോ? വെൽഡിങ് ചെയ്തിട്ട് കോളം റെഡി ആക്കും അല്ലേ? ഇതിപ്പോ എത്ര നല്ലോണം ചെയ്യാൻ പറ്റും ഇങ്ങനെ? അപ്പൊ ഇത് തന്നെയാണോ ഉപയോഗിക്കുന്നത്? സെയിം സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത് ആണോ? അപ്പൊ ഈ ഗ്യാപ്പ് എത്ര? 1.5 അടി 1.5 അടി ഗ്യാപ്പിൽ വെക്കും അല്ലേ? അപ്പൊ ഇത് 30 സെന്റിമീറ്റർ അടുപ്പിക്കും. ഹൈറ്റ് അടുപ്പിക്കും. അപ്പൊ നമുക്ക് ഒരാഴ്ച മതിയാവും സാധനം ശരിയാക്കാൻ അല്ലേ? ചിലപ്പോ ഇത് പൊക്കം കുറവായതുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കണേ? വീട് ഷിഫ്റ്റ് ചെയ്യാൻ ഇത് പൊക്കം മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ പൊക്കം മാത്രമേ ഉള്ളൂ. ഷിഫ്റ്റും ചെയ്യും. അല്ല, ഇവരിപ്പോ പൊക്കം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഈ സംഭവം തന്നെ ആയിരിക്കില്ല? ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഇപ്പൊ നിങ്ങൾ കുറെ വർക്ക് കഴിഞ്ഞാണോ? അപ്പൊ ഇത് എത്രാമത്തെ വർക്ക്? 16-18 വർക്ക് കഴിഞ്ഞല്ലേ? എല്ലാ വീട് തന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒന്നും ഇല്ലേ? അല്ലല്ല, ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് ഓർമ്മ ചെയ്തായിരുന്നു. ഹോസ്പിറ്റലല്ല, ഇതിപ്പോ മറ്റേ ഓയിലൊക്കെ ഇടും ഇതിന്റെ അടിയിൽ? ഓയിലിടോ? ഗ്രീസ് ഇടല്ലേ? ഇതിനെന്താ ജാക്കി തന്നെയാണോ പറഞ്ഞത്? ജാക്കി അല്ലേ? ഹെവി ഡ്യൂട്ടി ജാക്കി അല്ലേ? ഇത് ഇപ്പൊ ഇത് എവിടെ നിന്നാ കൊണ്ടുവന്നത് നിങ്ങള്? എറണാകുളത്ത് കിട്ടും. എറണാകുളത്ത് കിട്ടും അല്ലേ? ശരി. നല്ല കോയമ്പത്തൂർ ആണോ? ഇപ്പൊ ഇതില് അത് കഴിഞ്ഞിട്ട് സിമെന്റ് ഒക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫില്ല് ചെയ്യാനുള്ളതായിരിക്കും അല്ലേ? സിമെന്റ് നമ്മൾ ഇതിനോട് ചാല് കെട്ടാനുള്ളത്, കട്ട കെട്ടാനുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഇത് മാറ്റാൻ എങ്ങനെ? ഹൈറ്റ് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ ജാക്കി കുറച്ച് വെച്ചിട്ട് ബാക്കി ജാക്കി മാറ്റും? ജാക്കി ഓരോന്നോരോന്ന് മാറ്റി നമ്മൾ ചാനൽ നീളം കട്ട് ചെയ്യും. ചാനൽ കട്ട് ചെയ്തിട്ട് കട്ട കെട്ടിക്കൊള്ളും. അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ മറ്റേ ജാക്കി മാറ്റിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അപ്പൊ ഒരു ഇളക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ അടിയില്ല. പിന്നെ ബാക്കി ഇത് നമ്മൾ ജനലല്ല ഇതുപോലെ ചെയ്യും അല്ലേ? ജനലും പിന്നെ വാതിൽ ചെയ്യില്ല? ജനല് മാത്രമേ ചെയ്യൂ. ജനലിന്റെ അടിയിലൊക്കെ പൊളിച്ചു കളയല്ലേ? അടിയിലത്തെ എല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ലിൻഡൽ ലെവലിൽ മാത്രമാണ് ചെയ്യുന്നത്. എവിടെ വെൽഡ് ചെയ്യണേ? ഈ ചാനൽ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കും. അടുത്ത ചാനൽ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വലിവുണ്ടാകരുത്. വെൽഡ് ചെയ്തിട്ടാണ് പിന്നെ പൊക്കണത്. അത് കണ്ട് പിന്നെ അവസാനം അത് മാറ്റുമല്ലേ? എന്തൊരു വെള്ളം പൊക്കാവോ? ഇത് എന്തൊരു പൊങ്ങപ്പോ? ഇത് ഇപ്പൊ 45 സെന്റിമീറ്റർ ഇനിയും പൊക്കാം. 7 അടി 10 അടി വരെ പൊക്കിയിട്ടുണ്ട്. 7 അടി 10 അടി പൊക്കിയിട്ടുണ്ട് ആണോ? കുട്ടനാട്ടിൽ. കുട്ടനാട്ടിൽ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ അടിയിലേ ഈ ശരിക്കും പറഞ്ഞാൽ സെറ്റിൽ ആകാൻ അടിയിൽ ശരിയാത്ത കാരണമാണല്ലോ. അടിയിൽ ഇപ്പൊ പൈലിങ് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമ്പോഴാണോ പറ്റുന്നത്? അപ്പൊ നിങ്ങൾ ഇത് അടിയിൽ തുടരണല്ലോ. അടിയിൽ സെറ്റിൽമെന്റ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ അത് സെറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുള്ളൂ. അതെ, സെറ്റിലായി കഴിഞ്ഞ സ്ഥലത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തടത്ത് താന്നൊരു സ്ഥലത്തും ചെയ്യാൻ പറ്റില്ലല്ലേ? ഓൾറെഡി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാം. ഇതൊരു ഗ്യാരണ്ടി കൊടുക്കണ്ടോ? നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പറ്റി പറയാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങള് ഇത് എവിടെ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? മീൻസ് പഠിച്ചത് എവിടെ നിന്നാണ്? പഠിച്ചത് നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പൊ അവിടെ നിന്ന് നോർത്തിൽ നിന്നാണ്. ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ. കുറെ പേരുണ്ട്. നിങ്ങൾ എറണാകുളത്തൊക്കെ ചെയ്യില്ലേ? തിരുവനന്തപുരത്ത് ചെയ്യൂ?
പിന്നെ തിരുവനന്തപുരത്ത് ചെയ്ത് വെഞ്ഞാറമൂട് ആ ഞങ്ങൾക്കൊന്നും മണ്ണുണ്ട് അത് ചോദിക്കാൻ കാരണം. വെഞ്ഞാറമൂട് ഞങ്ങൾ ചെയ്തതേ ഉള്ളൂ. ഒരു CI ആണോ? SI. ഇതിപ്പോ ഏകദേശം എത്രയാവും ഇതിന് ഇത്ര ഒരു ചെറിയ വീട് ചെയ്യാൻ? നമുക്കറിയത്തില്ല എന്റെ ഓർമ്മ. കോസ്റ്റ് അറിയില്ല. സ്ക്വയർ ഫീറ്റിനാണോ? സ്ക്വയർ ഫീറ്റ് എത്ര ഏകദേശം? സ്ക്വയർ ഫീറ്റ് 200 ആയിട്ട് നമ്മള് അത് വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആണോ? വീടിന്റെ സ്ക്വയർ ഫീറ്റ് 200 രൂപ അറേഞ്ച് ചെയ്ത്. കമ്പനി കൊണ്ടവിടെ കോട്ടയത്താണോ? അല്ല നമ്മൾ ആലപ്പുഴ. ആലപ്പുഴ. ശരി, ഓക്കെ, താങ്ക് യു.